الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. മഴ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. മഴ അല്പാൽപമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. മഴയില്ലെങ്കിൽ ഉള്ള അവസ്ഥ നമുക്കറിയാം. ഭൂമിയെല്ലാം വരണ്ടുണങ്ങും, ചെടികളെല്ലാം ഉണങ്ങും. ആവശ്യത്തിന് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യന്മാർ വെള്ളമന്വേഷിച്ച് വിദൂര സ്ഥലങ്ങളിലേക്ക് വരെ പോകേണ്ടി വരുന്ന അവസ്ഥ. ഇതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം ഇറക്കി അവ ഭൂമി ശേഖരിച്ച് കിണറുകളിലൂടെയും പുഴകളിലൂടെയും കടകളിലൂടെയും അതുപോലെയുള്ള ജലാശയങ്ങളിലൂടെയും മനുഷ്യന് ഉപകാരപ്പെടുന്ന വിധത്തിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഴയുടെ ആരംഭം അത് ഉപകാരപ്പെടുന്നതിനെക്കുറിച്ച് സൂറത്തുർ റൂമിൽ അതിന്റെ 49-ാമത്തെ വചനത്തിൽ പറയുകയാണ്. അല്ലാഹുല്ലദീ യുർസിലുസ് റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാ കൈഫ യശാ. അല്ലാഹു സുബ്ഹാനഹു തആല കാറ്റടിപ്പിക്കുന്നു. ഈ കാറ്റ് മേഘങ്ങളെ തെളിച്ച് കൊണ്ടുവന്ന് ആകാശത്തിന്റെ വിരിമാറിൽ ആ മേഘങ്ങളെ പരത്തുന്നു. വയജഅലുഹു കിസഫൻ, പിന്നീട് ആ മേഘങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് കട്ട പിടിച്ച് അത് കരിമേഘങ്ങളായി മാറുന്നു, അഥവാ മഴക്കാറുകളായി മാറുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അവ തമ്മിൽ ഉരസുമ്പോൾ ആ മേഘങ്ങൾക്കിടയിൽ നിന്ന് ഇടിമിന്നലുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഫഇദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആ മഴ പെയ്യിക്കുമ്പോൾ, ആകാശത്തിൽ നിന്ന് അല്ലാഹു മഴ ചൊരിഞ്ഞു കൊടുക്കുമ്പോൾ
ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം, സന്തോഷം. കർഷകരായ ആളുകൾക്ക് പ്രത്യേകിച്ചും ആവശ്യത്തിന് വെള്ളം അനിവാര്യമാണ്. ആ വെള്ളം കൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത്, ആ വെള്ളം കൊണ്ടാണ് അവർക്ക് വിഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന നിലയിൽ എവിടെ നിന്നോ മേഘങ്ങളെ വഹിച്ചുകൊണ്ട് കാറ്റ് വരികയും ആ മേഘങ്ങൾ ആകാശമണ്ഡലത്തിൽ ഒത്തുകൂടുകയും അവ പരസ്പരം കൂടിച്ചേർന്ന് കാർമേഘങ്ങളായി വർഷക മേഘങ്ങളായും താഴോട്ട് വെള്ളം വർഷിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയ, ഇതിലേതെങ്കിലും വിധത്തിൽ മനുഷ്യന് വല്ല പങ്കുമുണ്ടോ? ഒരു പങ്കുമില്ല. റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഈ പ്രതിഭാസം അവന്റെ ഒരു നിയമമായി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മഴയും വെള്ളവും ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് വെള്ളം. ആ വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവനുള്ള വസ്തുക്കളും നിലനിൽക്കുന്നത്. അഥവാ ജീവിതത്തെ ഇവിടെ നിലനിർത്താൻ അനിവാര്യമാണ് വെള്ളം. മനുഷ്യന്റെ ഉത്ഭവം പോലും വെള്ളത്തിൽ നിന്നാണ്. ജീവജാലങ്ങൾ ഉടലെടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. ജനിച്ച് ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളും വെള്ളം കൊണ്ടാണ് പ്രധാനമായും ജീവിക്കുന്നത്. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ അംബിയായിൽ, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവനുള്ള വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അഫലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ജീവൻ തുടിക്കാനും ജനിച്ച ഇവിടെ പിറന്നു വീണ എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ ജീവിതം അത് നാശമടയാതെ നിലനിർത്താനും ആവശ്യമായ ഒരു അനിവാര്യമായ വസ്തുവാണ് വെള്ളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായ, രുചികരമായ, അത്ഭുതകരമായ ലവണ പദാർത്ഥങ്ങൾ അടങ്ങുന്ന മനുഷ്യ ആരോഗ്യത്തിന് ഉപയോഗപ്രദമായ വെള്ളമാക്കി മാറ്റി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. അതിൽ നിന്നാണ് അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അവന്റെ ആവശ്യങ്ങൾ അവൻ നിർവഹിക്കുന്നത്. കാരണം അത്രയും ശുദ്ധമായ ആ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ ഉപ്പ് രസമുള്ളതായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവന് കുടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിറവും മണവും ഉള്ള അവസ്ഥയിലായിരുന്നു അള്ളാഹു ഈ മഴ ഇറക്കിയിരുന്നതെങ്കിൽ എന്തായിരിക്കും ഭൂമിയിലെ അവസ്ഥ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്തുൽ വാഖിഅ അതിന്റെ 70 മുതൽ 68 മുതൽ 70 വരെയുള്ള വചനങ്ങൾ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നിലുള്ള അതിന്റെ പ്രഭവ കേന്ദ്രം അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ സുലഭമായി വെള്ളം കുടിക്കുന്നു, അതുകൊണ്ട് പല ആവശ്യങ്ങളും നിങ്ങൾ നിർവഹിക്കുന്നു. പക്ഷെ എവിടെ നിന്നാണ് ആ വെള്ളം വന്നത്? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, വർഷക മേഘങ്ങളിൽ നിന്ന് ആ വെള്ളം താഴോട്ട് അങ്ങനെ ഉതിർന്നു വീഴുന്ന തരത്തിൽ ആ മഴ പെയ്യിച്ചത് നിങ്ങളാണോ അല്ല അള്ളാഹുവാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അല്ല നമ്മളാണോ ആ മഴയെ ഇറക്കിയത്, അതല്ല നിങ്ങളാണോ? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പ് രസമുള്ള, മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത, രുചികരമല്ലാത്ത, ശുദ്ധമല്ലാത്ത ഉപ്പ് രസമുള്ള വെള്ളമാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, അല്ല നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ലേ? നിങ്ങൾക്ക് കുടിക്കാൻ സുലഭമായി, ശുദ്ധമായി, രുചികരമായി, എല്ലാവിധത്തിലുള്ള നിങ്ങളുടെ ആരോഗ്യത്തിന് പറ്റുന്ന തരത്തിൽ സംവിധാനിച്ച കോരിച്ചൊരിയുന്ന വെള്ളം ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ അനുഗ്രഹത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. തരിശായി കിടക്കുന്ന ഭൂമി, വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമി, ഒന്നും അതിന്റെ മുകളിലില്ല.
ആ ഭൂമിക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല മഴ ഇറക്കുന്നു. ആ മഴ വന്ന് അത് മണ്ണോട് ചേർന്ന് അത് ഭൂമിയുമായി എല്ലാം കൂടിക്കലരുമ്പോൾ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമി പിന്നെ ജീവനുള്ളതാകുന്നു. ആവശ്യമുള്ള കൃഷികളൊക്കെ അവിടെ മുളച്ചു പൊന്തുന്നു. പുല്ലുകൾ, മൃഗങ്ങൾക്ക് വേണ്ടി അവക്ക് മേഞ്ഞു തിന്നാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പുല്ലുകളും അതുപോലെ മറ്റു പല വസ്തുക്കളും പിന്നെ മുളച്ചു പൊന്തുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആരാണ് ജീവിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഇതേപോലെ നിങ്ങളെല്ലാവരും മരണപ്പെട്ടു പോയതിനു ശേഷം, ഈ ഭൂമിയുമായി നിങ്ങൾ ചേർന്നതിന് ശേഷം അള്ളാഹുവിന്റെ ഒരു ഉത്തരവ് പ്രകാരം ആ ഭൂമിയിൽ നിന്ന് രണ്ടാമതും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നിങ്ങൾ ജീവിപ്പിക്കപ്പെടും. അതിനൊരു മാതൃകയായി, ഒരു ഉദാഹരണമായി അങ്ങനെ സംഭവിക്കാൻ പോകുന്ന അനിഷേധ്യമായ ഒരു പ്രക്രിയയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ തരിശായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്ത് ആ ഭൂമി സജീവമാകുന്നത് പോലെ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമുണ്ടാക്കുമ്പോൾ ഭൂമിയിൽ മരിച്ചു മണ്ണോട് ചേർന്ന് പോയിട്ടുള്ള മനുഷ്യന്മാരെല്ലാം അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സംഭവം ഈ മഴ വർഷിച്ച് ഭൂമിക്ക് ജീവൻ ഉണ്ടാകുന്നത് പോലെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യം എടുത്തു പറയുന്നു. മിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗത ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ഫുസ്സിലത്ത് അതിന്റെ 39ാമത്തെ വചനം. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അന്നക തറൽ അർള ഖാശിഅ, ഭൂമി അങ്ങനെ ശാന്തമായി കിടക്കും, ഉറച്ചു കിടക്കും, തരിശായി കിടക്കും. ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ, ആ ഭൂമിക്ക് മുകളിൽ നാം വെള്ളം ഇറക്കുമ്പോൾ അഥവാ മഴ പെയ്യിക്കുമ്പോൾ ഇഹ്തസ്സത്, അതിന് ജീവൻ വെക്കുന്നു. വറബത്, അതിൽ നിന്ന് പലതും വളർന്നു വലുതാകുന്നു. ഇന്നല്ലദീ അഹ്യാഹ, ആ തരിശ് ഭൂമിയെ ജീവിപ്പിച്ചവൻ ആരോ അവൻ ലമുഹ്യിൽ മൗതാ, മരണപ്പെട്ടു പോയ നിങ്ങളെയും രണ്ടാമതും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോ ജനങ്ങൾക്കൊരു മാതൃക, ഒരു ഉദാഹരണം. ഇങ്ങനെയുള്ള നിർജീവമായ അവസ്ഥയിൽ നിന്ന് സജീവമായ അവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റുന്ന അള്ളാഹുവിന് നിങ്ങൾക്ക് രണ്ടാമതും ജീവൻ നൽകാനും ആ മഹ്ശറ ഭൂമിയിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു ഒരു തെളിവായിട്ട് ഈ മഴയുടെ വർഷക മഴയെ സംബന്ധിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മഴ കിട്ടാൻ ആവശ്യമായ ക്ഷാമവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ അനുഗ്രഹം ലഭിക്കാൻ മനുഷ്യരെന്ത് ചെയ്യണം? പലയിടത്തും ആളുകൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്, ജലക്ഷാമങ്ങളാണ്. ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഒരു തുള്ളി വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നു. അപ്പോ ഇങ്ങനെ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം നിന്നു പോകാതെ നിരന്തരമായി നമുക്ക് ലഭിക്കാൻ മനുഷ്യൻ സ്വീകരിക്കേണ്ട ചില അസ്ബാബുകൾ, ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൊന്ന് അൽ ഈമാനു ബില്ലാഹി വത്തഖ്വാഹു വൽ ഇസ്തിഖാമ, ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കണം. പടച്ചവനിൽ നമുക്ക് ഈമാനുണ്ടാകണം. അതേ പ്രകാരം തന്നെ അള്ളാഹു പറഞ്ഞ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫ് അള്ളാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കസ്സബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറ, ആ നാട്ടുകാർ ആമനു വിശ്വസിക്കുകയും വത്തഖൗ അള്ളാഹുവിന്റെ മുമ്പിൽ തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമായിരുന്നു. വലാകിൻ കസ്സബൂ, പകരം അവർ നിഷേധികളായി മാറി. ഫഅഖദ്നാഹും, അങ്ങനെ നാം അവരെ പിടിച്ച് ശിക്ഷിച്ചു. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കാരണം, അവർ പ്രവർത്തിക്കുന്നത് കാരണം അവരുടെ അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു മാറ്റുന്നു. അപ്പോൾ ആകാശത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇറങ്ങാൻ, ഭൂമിയിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാകാൻ ഇസ്തിഖാമത്ത്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. രണ്ടാമത്തേത് കുറ്റകൃത്യങ്ങളുടെ ആധിക്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടാനൊരു കാരണമാണ്. അതുകൊണ്ട് തെർക്കുൽ മആസി, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കണം, പാപങ്ങൾ ഒഴിവാക്കണം, തോന്നിവാസങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കണം, കഴിയുന്നത്ര സൽക്കർമ്മകാരികളായി മാറണം. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുരുതുരാ അത്തരം സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കും.
ഇതും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അദൃശ്യനായ വളരെയധികം സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും കഴിയുന്നത്ര നല്ല ജീവിതം നയിക്കുമ്പോൾ അള്ളാഹു അവർക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് തടയും. അവർക്ക് അള്ളാഹു ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. മുജാഹിദ്, പ്രസിദ്ധനായ താബികളിൽപ്പെട്ട മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നൽ ബഹായിമ തൽഅനു ഉസാത്ത ബനി ആദം. ആദമിന്റെ മക്കളിൽ നിന്ന് കുറ്റവാളികളെ കന്നുകാലികൾ ശപിച്ചുകൊണ്ടിരിക്കും. ഇദസ്തദ്ദത്തുസ്സന, ക്ഷാമം വന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാകുന്ന അവസരത്തിൽ ബഹായിം, മിണ്ടാപ്രാണികൾ, അവര് മനുഷ്യരെ ശപിച്ചുകൊണ്ടിരിക്കും. വഅംസകൽ മതർ, കാരണം മനുഷ്യരുടെ പാപങ്ങൾ കാരണം അള്ളാഹു ക്ഷാമം കൊടുക്കുകയും വെള്ളം പിടിച്ചു വെക്കുകയും ചെയ്താൽ ആ വെള്ളം കിട്ടാൻ വളരെ പ്രയാസമാകുന്ന സന്ദർഭങ്ങളിൽ മൃഗങ്ങൾ മനുഷ്യനെയാണ് ശപിക്കുക. ഹാദാ ബിശുഅമി മഅസിയതി ഇബ്നു ആദം, ഇത് മനുഷ്യ സഞ്ചയത്തിന്റെ, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ കൊള്ളരുതായ്മകൾ കൊണ്ടാണ് ഞങ്ങളും കൂടി ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത് എന്ന് അവർ അഭിപ്രായപ്പെടും. അതുകൊണ്ട് വളരെ സത്യസന്ധമായും വളരെ വിനയാന്വിതരായും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതാണ് മഴക്കുള്ള ഒരു പരിഹാരം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ ദഖല മസ്ജിദ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വളരെ ദൂരത്ത് നിന്ന് വന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ യഖ്തുബു, അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്തഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് കടന്നു വന്ന് റസൂലിന്റെ നേരെ നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഹലക്കത്തിൽ അംവാൽ, ഞങ്ങളുടെ ധനമെല്ലാം നശിച്ചു, കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി, വങ്കത്താറ്റി സുബുലു, ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തടസ്സപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആലയോട് യുഗീസുന, ഞങ്ങൾക്ക് മഴ തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, അവിടെ വെച്ച് തന്നെ ഒട്ടും താമസിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി. എന്നിട്ടോ സുമ്മഖാല അല്ലാഹുമ്മ അഗ്സിന അല്ലാഹുമ്മ അഗ്സിന അല്ലാഹുമ്മ അഗ്സിന, 3 തവണ പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണം, മഴ വർഷിപ്പിച്ചുകൊണ്ട എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അനസ് ബിൻ മാലിക് പ്രതിയാണ്, സുമ്മ അംതറത്, നബിയുടെ ആ പ്രാർത്ഥന അവസാനിക്കുമ്പോഴേക്കും മഴ വന്നിറങ്ങി. ഫലാ വല്ലാഹി മാ റഅയ്ന ശംസ സബ്തൻ, വെള്ളിയാഴ്ച ദിവസം മിമ്പറിന്റെ മുകളിൽ നബി നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ കടന്നു വന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നബി പ്രാർത്ഥിച്ചു, മഴ പെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടേയില്ല. എന്നുവെച്ചാൽ കാർമേഘങ്ങൾ വന്ന് അന്തരീക്ഷം മുഴുവൻ മൂടിക്കഴിഞ്ഞതിനാൽ സൂര്യപ്രകാശം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രമാത്രം തുടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രാർത്ഥന പ്രകാരം മഴ വർഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഇസ്തിസ്ഖായിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാം, മഴ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. അതിനായി മൈതാനിയിലേക്ക് പുറപ്പെടുകയും അവിടെ വെച്ച് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഇത് നബിയുടെ പതിവായിരുന്നു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ബിന്നാസി യസ്തസ്ഖി ലഹും, ജനങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട്, കുട്ടികളെയും സ്ത്രീകളെയും മൃഗങ്ങളെ വരെ കൂടെ കൊണ്ടുപോകണമെന്നാണ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിനൊരു പരിഹാരമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഫദഅ അല്ലാഹ ഖായിമൻ, അള്ളാഹുവിനോട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. സുമ തവജ്ജഹ ഖിബിലയുടെ നേരെ തിരിഞ്ഞു നിന്നു. വഹവ്വല റിദാഅഹു, അദ്ദേഹത്തിന്റെ തലയിൽ ഇട്ടിരുന്ന തട്ടം ഒന്ന് മറച്ചിട്ടു. അത് ഒരു സിമ്പലാണ്, ഒരു അടയാളമാണ്. എന്താണ് മറച്ചിടുന്നത്? തരിശായി കിടക്കുന്ന ഈ ഭൂമി സുഭിക്ഷമായി ചെടികളും അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും മുളച്ചുപൊന്തി ജനങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകണം, ഇപ്പോഴുള്ള ക്ഷാമാവസ്ഥ ക്ഷേമമായ അവസ്ഥയാക്കി മാറ്റണം എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പലാണ് തലയിലിട്ട തട്ടൻ നബി നേരെ മറച്ചിട്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ ചെയ്തപ്പോൾ അവർക്ക് മഴ കിട്ടി. ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ, പടച്ചവനോട് വളരെ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞൊരു വാചകം
സൂറത്ത് നൂഹിൽ വന്നിട്ടുണ്ട്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പടച്ചവനോട് പാപം പൊറുക്കാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, കുത്തിച്ചൊരിയുന്ന മഴയുമായി അള്ളാഹു മേഘങ്ങളെ നിങ്ങൾക്ക് മുകളിൽ അയക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന, ധനവും മക്കളും കൊണ്ട് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കും. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് നല്ല നല്ല ആരാമങ്ങൾ, തോട്ടങ്ങൾ അള്ളാഹു നൽകും. വയജഅൽ ലക്കും അൻഹാറ, വെള്ളം ഒഴുകിപ്പോകുന്ന നദികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഇതിനൊക്കെ കാരണം നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറയണം, ഇസ്തിഗ്ഫാർ നടത്തണം. അതുപോലെ അള്ളാഹുവിനോട് ചെയ്യേണ്ട നിർബന്ധമായ സാമ്പത്തിക ബാധ്യത നിർവഹിക്കണം, സക്കാത്ത് നൽകണം, പാവങ്ങളെ സഹായിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ, ഖംസുൻ, 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിന്ന, ആ 5 പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ അഊദു ബില്ലാഹി അൻ തുദ്രികുഹുന്ന, ആ 5 പരീക്ഷണങ്ങളും നിങ്ങളെ വന്ന് പിടികൂടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ആ 5 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സക്കാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ, അവരുടെ ധനത്തിൽ നിന്ന് നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതെ അമാന്തം കാണിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ നിന്ന് മഴ തടസ്സപ്പെടുത്തും. വലൗലൽ ബഹായിമു ലം യുംതിറു, എന്നാൽ മിണ്ടാപ്രാണികൾ അവർക്കിടയിൽ ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടാണ് കുറച്ച് മഴയെങ്കിലും അള്ളാഹു നൽകുന്നത്. മനുഷ്യരോടുള്ള അനുഗമുണ്ടല്ലോ, മനുഷ്യർ നന്ദി കെട്ടവരാണ്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല, ധിക്കാരികളാണ്. പക്ഷെ അവർക്കിടയിൽ ജീവിക്കുന്ന മൃഗങ്ങൾ, പാവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു തുള്ളി മഴ പോലും അവർക്ക് ലഭിക്കുമായിരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അനുഗ്രഹമായി പെയ്യുന്ന ഈ മഴ, അതിന് നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ നടത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. പടച്ചവനോട് കൂടുതൽ അടുക്കാനും അവരോട് ശുക്ർ പറയാനും നമുക്ക് സാധ്യമാകണം. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين تبعهم بإحسان إلى يوم الدين. أما بعد أيها الإخوان, أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ മഴ വർഷിക്കുമ്പോൾ, മഴ നമ്മൾ അനുഭവസ്ഥന്മാരാകുമ്പോൾ ചില ആദാബുകളും ചില സുനനുകളും ചില സുന്നത്തുകളും ചില മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മഴ കൊള്ളൽ, അഥവാ മഴ കൊള്ളാൻ വേണ്ടി ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റി മഴ പെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കൊണ്ടു. അതിനെക്കുറിച്ച് സഹാബത്ത് ചോദിച്ചപ്പോൾ അത് ഹദീസുൽ അഹദി മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരുന്ന, പടച്ചവന്റെ സൃഷ്ടിയാണല്ലോ മഴ, അത് ഏറ്റവും പുതിയതായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സൃഷ്ടിയാണ് ആ മഴ, അതുകൊണ്ടാണ് ഞാനത് കൊള്ളുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്ന ഇതിൽ കാണാം, അസാബന വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതറൻ, ഞങ്ങൾ എല്ലാവരും നബിയോടൊപ്പം ഒത്തുകൂടിയിരിക്കുന്ന അവസരത്തിൽ മഴ അങ്ങ് പെയ്തു. ഖാല, അനസ് ബിൻ മാലിക് പറയാണ്, ഫഹസറ, അദ്ദേഹം വസ്ത്രം ശരീരത്തിൽ നിന്ന് അല്പം നീക്കിക്കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗബഹു അത അസാബഹു മിനൽ മതരി, അങ്ങനെ ആ നഗ്ന ശരീരത്തിൽ മഴ വെള്ളം വർഷിച്ചു. ഫഖുൽന, അപ്പൊ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ സനഅത ഹാദാ, ഈ മഴ കൊള്ളാൻ എന്തിനാണ് നിങ്ങൾ ഈ വസ്ത്രം മാറ്റി മഴ കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാല ലി അന്നഹു ഹദീസു അഹദി മിർ റബ്ബിഹി, ആ മഴയുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഏറ്റവും പുതിയതായി വരുന്നതാണ്, അതുകൊണ്ട് ആ അത്ഭുതം കൊണ്ടും ആ സന്തോഷം കൊണ്ടും ഞാൻ ഇത് ചെയ്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ പ്രകാരം തന്നെ അഥവാ മഴ പെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് ദുരന്തമായി മാറാതിരിക്കാൻ, വലിയ വലിയ ഉരുൾപൊട്ടലുകളും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുമായി മാറാതിരിക്കാൻ, അത് നാഫിആയ, ഉപകാരപ്രദമായ, സമ്പുഷ്ടമായ, ഭൂമിക്ക് ഉപകാരപ്പെടുന്ന മഴയാക്കി മാറ്റാൻ പ്രാർത്ഥന നാം നടത്തേണ്ടതുണ്ട്.
ആയിഷ റളിയല്ലാഹു പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മതറ, മഴ വർഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ ഖാല അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, ചെറിയ പ്രാർത്ഥന, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, നമുക്ക് ഉപകാരപ്രദമായ മഴ, ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ധാരാളമായി ദുആ നടത്തുക. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് മഴ വർഷിക്കുന്ന സമയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻതാനി ലാ തുറദ്ദാനി, രണ്ട് ദുആകൾ അത് തള്ളപ്പെടുകയേയില്ല. ഔ ഖല്ലമാ തുറദ്ദാനി, വളരെ അപൂർവമായിട്ട് മാത്രമേ അതിന് ഉത്തരം കിട്ടാതിരിക്കുകയുള്ളൂ. അദ്ദുആ ഇൻദ നിദാ, ബാങ്കിന്റെ സമയത്ത് നിങ്ങൾ നടത്തുന്ന ദുആ പ്രാർത്ഥന. അന്നിദ എന്ന് പറഞ്ഞാൽ ഇവിടെ അദാൻ, ബാങ്കാണ്. വഇൻദൽ ബഅസ്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ശത്രുക്കളുമായി പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി യുദ്ധം ചെയ്യുന്നു, അതോടൊപ്പം പടച്ചവന്റെ സഹായത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അപ്പോഴും നിങ്ങൾക്ക് സഹായം കിട്ടും. അതുപോലെ തന്നെ വഖ്തൽ മതർ, മഴ വർഷിക്കുന്ന സമയത്ത്, മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതിലുള്ള സന്തോഷം നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പടച്ചവനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല മഴ ആരാണ് നമുക്ക് മഴ തരുന്നത്? അള്ളാഹുവാണ്. അതുകൊണ്ട് പടച്ചവന്റേതാണ് മഴ എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതാണ് മുവഹിദുകളുടെ അഖീദ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. പല ആളുകളുമുണ്ട് മഴ ഇന്ന ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി, ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ട് മഴ കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അള്ളാഹുവിനാലാണ് മഴ കിട്ടുന്നത് എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കേണ്ടതും അവർ അങ്ങനെ തന്നെയാണ് എടുത്തു പറയേണ്ടതും. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സല്ലല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് സുബ്ഹി ബിൽ ഹുദൈബിയ, ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിന് ഞങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു. അലാ ഇസ്രി സമാഇൻ കാനത്ത് മിനൽ ലൈല, കാരണം തലേ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്ന മഴ ഞങ്ങൾക്ക് കിട്ടിയ ശേഷം പിന്നെയുള്ള സുബഹിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി ഞങ്ങൾക്ക് നമസ്കരിക്കുന്നത്. ഫലമ്മൻ സറഫ, നമസ്കാരം സലാം വീട്ടിയപ്പോൾ അഖ്ബല അലന്നാസി, ജനങ്ങളുടെ മേൽ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫഖാല ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾക്കറിയാമോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത് എന്ന്? ഖാലു അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹു റസൂലിനും അറിയാം, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ പ്രവാചകരെ. ഖാല അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിറുൻ, എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നലെ രാത്രി മഴ വർഷിച്ച ഘട്ടത്തിൽ ജനങ്ങൾ രണ്ട് ചേരിയായി, ഒന്ന് മുഅ്മിനുകളുടെ ചേരി, ഒന്ന് കാഫിറുകളുടെ ചേരി, ഒന്ന് വിശ്വാസികളുടെ സംഘം, ഒന്ന് കാഫിറുകളുടെ സംഘം. അമ്മാമൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ, ഫദാലിക മുഅ്മിൻ ബി വ കാഫിറുൻ ബിൽ കൗകബ്, ഇതാണ് അല്ലാഹു പറഞ്ഞത്. അവൻ എല്ലിന് വിശ്വസിക്കുന്നവനും കാഫിറുൻ ബിൽ കൗകബ്, നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് മഴ കിട്ടി എന്ന് പറയുന്ന ആളുകളെ നിഷേധിക്കുന്നവനുമാണ്. അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് അവൻ എന്നിൽ വിശ്വസിക്കുന്നവനാണ്. അമ്മാമൻ ഖാല ബിനൗഇ കദാ ബകദാ, എന്നാൽ ഇന്ന നക്ഷത്രത്താലാണ്, ഇന്ന ഔലിയാക്കന്മാരാലാണ്, ഇന്ന ശക്തികളാലാണ്, അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ശക്തികളിലേക്ക് മഴയാകുന്ന അനുഗ്രഹത്തെ ചേർത്തി പറഞ്ഞാൽ ഫദാലിക കാഫിറും ബി, അവൻ എന്നിൽ അവിശ്വസിക്കുന്നവനും വ മുഅ്മിനും ബിൽ കൗകബ്, നക്ഷത്രത്തിൽ വിശ്വസിക്കുന്നവനുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കുകയും അതിന് അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്യണം. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളിലേക്ക്, ഏതെങ്കിലും അദൃശ്യ ശക്തികളാണെന്ന് ആരോപിക്കുന്നവരിലേക്ക് അത് ചേർക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ധാരാളമായി മഴ പെയ്ത് വെള്ളത്തിന്റെ യാധിക്യം കൊണ്ട് നാശമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന അവസരത്തിൽ പറയേണ്ട ഒരു പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, പടച്ചവനെ ഞങ്ങളുടെ മുകളിൽ പെയ്തത് മതി, ഇനി മഴ കിട്ടാത്ത ഞങ്ങളുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ നീ പെയ്യിക്കുക. അതാണ് അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ദിറാബ്, കുന്നുകളിലും അതുപോലെ തന്നെ ചെരുവുകളിലും, വ ബുതൂനിൽ ഔദിയ, താഴ്വരകളിലും പെയ്തോട്ടെ, വ മനാബിത്തി ഷജർ, ധാരാളം മരം മുളച്ചു നിൽക്കുന്ന കാടുകളിലും പടച്ചവനെ നീ മഴ പെയ്യിക്കണം, ഞങ്ങളുടെ മുകളിൽ ഇത് ഇറക്കിയിട്ട് ഞങ്ങൾക്ക് നാശമുണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട ആദാബുകളും മര്യാദകളും. ഇതൊക്കെ പാലിച്ച് ഒരു ജീവിതത്തിൽ ഒരു ശരിയായ മുസ്ലിമായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.
നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ മുഖാമാ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.